അന്വേഷിച്ച ആരെങ്കിലും വന്നു അവിടെ? ഈ വെച്ച് ഇങ്ങനെ കിടി കിടി പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. എൻ്റെ എല്ലാ കാര്യവും കൂടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഒരു ഗത്യന്തരില്ലാതെ നിൽക്കണം. സഹായിക്കാൻ വേറെ ആരുമില്ല. എന്താ ചെയ്യേണ്ടത്? എനിക്ക് വേറെ ആരോടും പറയാനില്ല. എന്തെങ്കിലും ഒരു വഴിക്ക് കാണിച്ചാലോ? ഒരു വഴിയില്ല. തൂങ്ങിച്ചാവുള്ള ഞാൻ തൂങ്ങും. മനസ്സിലായിട്ടില്ല. വാടോ. നിങ്ങളാരാ? എന്താ ഉദ്ദേശം? കുറെ നേരമായാലും ഇവിടെ കിടന്ന് കറങ്ങൽ തുടങ്ങിട്ട്. നിങ്ങളാരാണ്? ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇയല്ലേ പിന്നെ വിളിച്ചേ? ഞാനാ. പിന്നെ നിങ്ങളെന്ത് ഈ നേരത്ത് ഇവിടെ? ഞാൻ പിന്നെ എവിടെ പോവാനാ? എന്റെ പരിപാടി ഇവിടെ നടക്കില്ലേട്ടാ. അത് പറയാൻ നിങ്ങളാരാ? ഞാൻ ആരാണെന്നൊക്കെ പിന്നെ പറയാ. അല്ല, ഈ എന്തേ നേരത്തെ ഇവിടെ? ഇത് ഞങ്ങളുടെ മലപ്പുറം. ഞാനീ തട്ടയക്കാരനാ. മനസ്സിലായ? നിങ്ങളവിടെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങളാരാ? എല്ലാം പിന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ഞാനാ. ഞങ്ങള് വിളിച്ചെന്നാ. എപ്പോ? ഞാൻ അവിടെ പ്രാർത്ഥിക്കല്ലേ ചെയ്തത്. വിളിച്ചുടനെ വരാനായിട്ട് നിങ്ങളാരാണ്? ദൈവോ? ഞാൻ
ഞാൻ ദൈവാട പ്രകാശ. ദൈവാ നിങ്ങളാ? എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് കടക്കാർ വിട്ടല്ലേ നിങ്ങളെ മറ്റേ കൊട്ടേഷൻ? ഞാൻ എന്താ കൊട്ടേഷൻ ദൈവ? അത് അന്നെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ എന്നെ അറിയില്ലെങ്കിലും എൻ്റെ പേര് പ്രകാശാന്ന് ഞാൻ വിളിച്ചത് ശരിയല്ലേ? ഈ പറയണതൊക്കെ ഞാൻ കേട്ട്. ഈ പറഞ്ഞ പരിപാടി നമ്മുടെ ചെയ്യണ്ടാട്ടാ. അല്ല നിങ്ങൾ ശരിക്കും എന്റെ ചെങ്ങായെ കുറച്ച് പൈസ അല്ല എന്റെ പ്രശ്നം. അതിന് ചാവാൻ നിക്ക? നിങ്ങളാരപ്പം ഇങ്ങോട്ട് ക്ഷണിച്ചേ? വിളിച്ചു വരുത്തിയിട്ട് ഇയാളെ കളിക്ക? വിളിച്ചു വരുത്തിട്ടാ? പിന്നെ ഈ എന്തായി നോക്കണേ? ഞങ്ങളുടെ ദൈവം ഇങ്ങനൊന്നല്ല. പിന്നെ എങ്ങനെടാ? നമുക്കറിയില്ല. നല്ല ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ട് ആപ്പിൾ പോലെ ചുവന്ന് തുടുത്ത് നല്ല 6 പാക്ക് ശരീരവും വിഷയം കെട്ടും വളയും മാലൊക്കെ ഇട്ടിട്ട് സിൽക്കിൻ്റെ കുപ്പായൊക്കെ ഇട്ടിട്ട് ചുവന്ന ചുണ്ടായിട്ട് ചിരിച്ചിരിക്കണാണ് ഞങ്ങളുടെ ദൈവം. ഇതൊരു മാതിരി സിനിമയില് ശരിക്കും ഞങ്ങൾ ഇങ്ങനെടാ. എനിക്ക് കണ്ടമാനം കടണ്ട. ശരിക്കും ദൈവം നിങ്ങൾ കുറച്ച് പൈസ ഒന്ന് സഹായിക്കേ. ഇന്ത്യയിൽ എവിടെ നടാ പൈസ? നിങ്ങളുടെ ഒരു പൈസ ഇല്ല എന്നാ? അപ്പൊ ഞങ്ങൾ ഈ തരണ പൈസ ഒക്കെ എവിടെയാണ് പോണത്? ആള് തിരക്കട്ടില്ലല്ലോ. അതൊക്കെ പോവാൻ വേറെ വഴിയിലടാ. ആലോചന നടക്കണം. ഈ ഒരു കാര്യം ചെയ്യും, തൽക്കാലം വീട്ടിൽ പോയി കിടന്നുറങ്ങി. ബാക്കിയൊക്കെ നമുക്ക് ശരിയാക്കാടാ. ബാക്കിയൊക്കെ ആര് ശരിയാക്കണം? ഒക്കെ ശരിയാക്കാടാ. 10 പൈസ സ്വന്തം ഇല്ലാത്താളാണ് നിന്റെ കാര്യം ശരിക്കും. നിങ്ങളെ പൊക്കോളെ. എന്താ വേണ്ട നോക്കേ? എടാ ചെങ്ങായിയെ, ഈ ഇവിടെ നിന്ന് കെട്ടിത്തൂങ്ങല്ലേട്ടാ, വലിയ പ്രശ്നാവും. ഞാൻ പിന്നെ എന്താണ് ചെയ്യുക? ഏടോ ഈ കെട്ടിത്തൂങ്ങിച്ച തന്റെ ഭാര്യക്ക് മക്കൾക്കാരുള്ളത്, അവരുടെ സ്ഥിതി എന്താവും? അവര് ഞങ്ങൾ ഏൽപ്പിക്കും. ഇത് നേരത്താണ് അവിടെ വരാൻ തോന്നിയത്. അപ്പൊ നിങ്ങളുടെ മുകളിൽ ഇനിയും ദൈവം ഉണ്ടാ? എന്താ ഞാൻ അവനോടൊക്കെ പറയാം. അല്ല പ്രകാശ, എന്താ എനിക്ക് മാത്രം ഇത്ര കടം വന്നു? എനിക്ക് മാത്രല്ല ദൈവം, എന്നെ പോലുള്ളവർക്കൊക്കെ കടണ്ട്. എങ്ങനെ ഈ കടം വരാണ്ടിരിക്കുക? 1000 ഉറുപ്പിയാണ് കൂലിയിട്ട്. ഇപ്പം ഈ പെട്രോളിന് വില കൂടിയ കാരണം ബസ്സിന് വേണം 10-200 ഉറുപ്പ്യ. ആഴ്ചയിൽ മുത്തൂറ്റി സാഫ് സ്പേസ് അണ്ണന്മാർ വേറെ. ഈ മാസത്തിൽ 2 കല്യാണം, എല്ലാം അടിയന്തരം. ഇതിൻ്റെ പുറമെ ആശുപത്രീസ് വേറെ.
ഈ പൂരം തന്നെ വന്ന എന്താ ചിലവ് നിങ്ങൾക്കറിയോ? സകല ബന്ധുക്കളിൻ്റെ വീട്ടിലുണ്ടാവും. എന്താ നിങ്ങളെ കാണുന്നതാണ് വെപ്പ്. നിങ്ങളെ കുറ്റപ്പെടുത്തല്ല. 4 ഫുള്ള് മീനിറച്ചി ഇതിനൊക്കെയാണ് ഈ വരണേ. ഇതിനൊക്കെ കൂടി വട്ടെത്തിക്കാനേ എന്ത് 1000 കനം പോരെ ദൈവേ. ശരിയോടെ പ്രകാശ, സമാധാനമായിട്ട് വീട്ടിൽ പോയിക്കോ. ഈ രാത്രിയോടൊന്നും ലോകം തീരില്ലല്ലോ. എന്തേച്ചിരിക്കുന്നു? 10 പൈസ സഹായിക്കില്ല. 4 ഉപദേശം. എന്നെ അമ്മായിപ്പൻ്റെ കൂടെ പഠിച്ച എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലടാ പ്രകാശ പറയണേ. നിങ്ങളൊന്ന് കരപ്പിക്കത്. ഈ സമാധാനമായിട്ട് വീട്ടിൽ പോയിക്കും. കാര്യങ്ങളൊക്കെ സമാധാനമായിട്ട് തീരും. വേവലാതികൾ സ്നേഹം എന്നെ കാത്തിരിക്കണ്ട. ഈ പോയിക്കോ. പ്രകാശ ഇവിടെ വന്നേ. എന്ത് ദൈവേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ആ ഭണ്ഡാരം വിളിച്ചാലത്തെ പൈസ എടുത്തു. നിങ്ങൾ എന്ത് പറയണു? ആ കാണുന്ന ഭണ്ഡാരില്ലടാ, പൊളിച്ചാലത്തെ പൈസ കൊടുത്തേക്ക്. നിങ്ങൾ എന്ത് വർത്താനം പറയണത്? നിങ്ങൾ ഇന്ന കള്ളനാക്കളം പരിപാടി നോക്കണേ. അതിലെത്ര പൈസ ഉണ്ടെന്ന് ഇവിടെ ആർക്കറിയില്ല. ഇവിടെ ഒരു മനുഷ്യന്റെ കുട്ടിയില്ല. ഈ പൊളിച്ച പൈസ എടുത്തോ. മനുഷ്യന്മാര് കാണുന്നില്ലത്. മുകളിലൊരാളിരുന്ന് കണ്ടതൊക്കെ. മുകളിലുള്ള ആളാണ് പറയണത്. ഇത് പോയി പൊളിച്ചോ. ചെങ്ങായെ തിരിച്ചു പിടിച്ചടാ. തിരിച്ചു പിടിച്ചോ. പിടിക്ക് പിടിക്ക്. അവിടെ കല്ലൊന്ന് മാറ്റണോ. ചെറിയ ഉരുളങ്കല്ലെടുത്തിട്ട് കല്ല് മാറ്റിട്ട് വേറെ കല്ലെടുത്ത് നോക്കിയ. നിങ്ങൾ അവിടെ നിന്ന് കളിപ്പിക്കാണ്ടു ഒന്ന് വന്ന് സഹായിക്കതേ. അത് ചെയ്യാനായിട്ട് ചെയ്തു. ഒന്ന് വന്ന് സഹായിക്കതേ. ഇത് പെട്ടെന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും വരുമ്പോഴേക്കും നമുക്ക് കഴിച്ചലാവാൻ പറ്റും. നീ കല്ലെടുത്തിട്ട് വാ. ഞാൻ വേറെ കല്ലെടുത്തിട്ട് വരാം. അവനെ കൊണ്ട് തോറ്റ്. ശരിക്കും പിടിക്ക്. ഉറക്കടിക്കടാ. നോക്കിയേ, ഒരു പണ്ടാരം വിളിക്കണം. വണ്ടി നോക്ക്, വണ്ടി ഞാൻ കള്ളനല്ല സാറേ. ദൈവം പറഞ്ഞിട്ടാ സാറേ. ദൈവത്തിന്റെ പേര് കൊണ്ടാണോ മോഷണം? സാറൊന്ന് പറയും. ദൈവം നിങ്ങളൊന്നും മിണ്ടാണ്ട് നിക്കല്ലേ സാറേ. ഞാൻ മാത്രല്ല
ദൈവമുണ്ട് സാറേ. ദേ ഈ നിക്കണ്.